അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഫെബ്രുവരി 23 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഫെബ്രുവരി 23 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഉയർത്തുന്നതിനെ അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച്. ആ വ്യക്തിയുടെ ലൈഫ് പിന്നീട് ഏതു വിധത്തിലാണ് കാണാൻ കഴിയുന്നത്. മോശയോടൊപ്പം ഉണ്ടായിരുന്ന യോശുവയെക്കുറിച്ച് ദൈവവചനം പറയുന്നു, അവൻ കൂടാരത്തെ വിട്ടുപിരിയാതെ, സാന്നിധ്യത്തെ വിട്ടുപിരിയാതെ എപ്പോഴും ആ സാന്നിധ്യത്തെ സ്നേഹിച്ചിരുന്നു. സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി, ദൈവവചനം പറയാ, അവൻ പിന്നീട് നേതാവാകുവാനിടയാകും. സാന്നിധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ നിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിനക്ക് എത്തിച്ചേരുവാനായി കഴിയും. സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടാകുന്ന ദൈവിക നന്മകളെയും അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവവചനം പറയുന്നത്, അവൻ എല്ലാത്തിലും ഉയർന്നു വരുവാനിടയാവുന്നു. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. സാന്നിധ്യത്തോടൊപ്പമായിരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവരായി ഈ ദിവസങ്ങളിൽ നമുക്ക് അവൻ്റെ സാന്നിധ്യത്തെ വിട്ടുപിരിയാതിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. പുറപ്പാട് പുസ്തകം 33-11 വാക്യം. ഒരുവൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. എൻ്റെ വിഷയമല്ല, പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ തൊടും ഈ വർഷം. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷകനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാലിക്കാരനോ കൂടാരത്തെ പിരിയാതിരുന്നു. ഒന്ന് ശ്രദ്ധിക്കാവോ? മോശ കൂടാരത്തിൽ, ദൈവ സാന്നിധ്യം വസിക്കുന്ന കൂടാരത്തിൽ ചെന്ന് ദൈവവുമായി മുഖാമുഖം കണ്ട് സംസാരിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് പോന്നു. അടുത്തിരിക്കുന്നവരോട് പറ, വീട്ടിലേക്ക് പോന്നു. എന്നാൽ വേറൊരാൾ വീട്ടിലേക്ക് പോരാതെ ആ സാന്നിധ്യം ഇറങ്ങിയെടുത്ത് ഒരു ശബ്ദം കേൾക്കുന്നില്ല, ഒരു വാക്കും അനുഭവിക്കുന്നില്ല. സാന്നിധ്യം ഇറങ്ങിയ സ്ഥലമാണെന്നറിഞ്ഞ് അവിടെ നിന്നു. സാന്നിധ്യത്തെ സ്നേഹിച്ചത് വിട്ടുപിരിയ, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാചകോ, ബാലിക്കാരനോ കൂടാരത്തെ വിട്ടുപിരിഞ്ഞില്ല. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, സാന്നിധ്യത്തെ വിട്ടുപിരിയാൻ അവന് തോന്നിയില്ല. അവനെ മോശ പോയി, അടുത്തിരിക്കുന്നവരോട് പറ, മോശ പോയി. പക്ഷേ സാന്നിധ്യത്തെ വിട്ടുപിരിയാൻ ഒരുവന് ആഗ്രഹമില്ല. അവൻ അവിടെ തമ്പടിച്ചു. അമ്മയെ കാണണ്ട, അപ്പനെ കാണണ്ട, ഭാര്യയെ കാണണ്ട, പിള്ളേരെ കാണണ്ട. പക്ഷേ താൻ സാന്നിധ്യത്തെ വിട്ടുപിരിയാതെ അവിടെ തമ്പടിച്ചു. ഞാനൊരു ജൂത് പറയട്ടെ നിങ്ങളോട്, നിങ്ങളിൽ പലരും അങ്ങനെ ആകാനായി പോകുന്നു. അവനെ വിട്ടുപിരിയാൻ കഴിയാത്ത വിധത്തിൽ അവനുമായി അടുപ്പം ഉണ്ടാകാൻ പോകുന്നു. ഇത് അനേകരുള്ള ദൂതല്ല, ചിലരോടുള്ള ദൂതാണ്. വിട്ടുപിരിയാൻ പറ്റുന്നില്ല, വിട്ടുപിരിയാൻ പറ്റുന്നില്ല. ഞാൻ ഉള്ളുകൊണ്ട് കരഞ്ഞുകൊണ്ടാ പ്രസംഗിക്കുന്നേ. വിട്ടുപിരിയാൻ കഴിയാത്ത സാന്നിധ്യം അനുഭവിക്കുന്ന, സാന്നിധ്യമായി നടക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു.
മറ്റേതിനേക്കാൾ വാല്യൂ. യോശുവേ വിട്ടുപിരിയാൻ വയ്യ. വീട് മോശ കൂടാരത്തിൽ മടങ്ങിപ്പോയ വീട്ടിലേക്ക് പോയപ്പോഴും ഇവൻ പോകുന്നില്ല. ഇവന് സാന്നിധ്യത്തെ പിരിയാൻ വയ്യ. വീട്ടിലെ ആരെയും കാണണ്ട, നാട്ടിലെ ആരെയും കാണണ്ട, ജോലിക്ക് പോകണ്ട. അവൻ്റെ ഇഷ്ടം സാന്നിധ്യത്തിനകത്തിരിക്കണം. വിട്ടുപിരിയാൻ വയ്യാത്ത വിധത്തിൽ ചിലർ അടുക്കാൻ പോകുന്നു. വിട്ടുപിരിയാൻ കഴിയാത്ത വിധത്തിൽ ഫെലോഷിപ്പ് വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? വിട്ടുപിരിയാത്ത സാന്നിധ്യത്തെ വിട്ടുപിരിയാത്ത യോശുവെ വിളിച്ചിട്ട് ചോദ്യം ചോദിക്കാം, നീ ആരാണിപ്പോൾ? അവൻ പറയും, ഞാൻ ക്യാപ്റ്റനാണ്. ആരെങ്കിലും സാന്നിധ്യത്തെ വിട്ടുപിരിയായിരുന്നാൽ അവരെ ദൈവം ക്യാപ്റ്റൻസ് ആക്കി മാറ്റും. ദൂത് നിങ്ങളോടാണ്. ചില ക്യാപ്റ്റൻസ് എഴുന്നേറ്റ് വരുന്നു. ക്യാപ്റ്റൻസ് എഴുന്നേറ്റ് വരുന്നു. നേതൃത്വ നിരയിൽ ചില ക്യാപ്റ്റൻസ് എഴുന്നേറ്റ് വരുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം, ഒന്നും കൂടെ വായിക്കാം, ഒന്നും കൂടെ പറയാം. ഹല്ലേലൂയ. ദൈവം ചില ക്യാപ്റ്റൻസിനെ എഴുന്നേൽപ്പിക്കുന്നു. വിട്ടുപിരിയാത്തവർ ക്യാപ്റ്റന്മാരാകാൻ പോകുന്നു, നേതാക്കന്മാരാകാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? വലിയ മോശം നടത്തിയ ജനറേഷനെ ചെറിയ ജോഷുവ നടത്താൻ തുടങ്ങുമെന്ന്. ഇത് ഇത്രയും വിശദീകരിക്കാൻ ഇനി ഒക്കത്തില്ല. സാന്നിധ്യമായി നടക്കുന്ന നേതാക്കന്മാർ എഴുന്നേൽക്കുന്നു. നേതാക്കന്മാർ എഴുന്നേൽക്കുന്നു. ക്യാപ്റ്റൻ ജോഷുവ. അടുത്തിരിക്കുന്നവരോട് പറ, ഒരു ക്യാപ്റ്റനെയാ നിന്നിൽ ഞാൻ കാണുന്നത്. സാന്നിധ്യം വ്യക്തികളെ ക്യാപ്റ്റന്മാരാക്കും. പറ, സാന്നിധ്യം. പറ, ഉറക്കെ പറ, സാന്നിധ്യം. അടുത്തിരിക്കുന്ന ആളെ തോളെ തട്ടിയിട്ട് പറ, സാന്നിധ്യം നിന്നെ നേതാവാക്കും. സാന്നിധ്യത്തിന് നിന്നെ നേതാവാക്കാൻ പറ്റും. സാന്നിധ്യത്തിന് നിന്നെ നേതാവാക്കാൻ പറ്റും. 10,000ങ്ങളുടെ നേതാവ് അല്ല, 6 ലക്ഷത്തോളം വരുന്നവരുടെ നേതാവ്. ഇതാ സഭയുള്ള ദൂത്. 6 ലക്ഷത്തിനൊരു നേതാവ്, 5 ലക്ഷത്തിനൊരു നേതാവ് എഴുന്നേൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. സാന്നിധ്യം ചിലരെ നേതാവാക്കുന്നു. ചോദിക്കാം, യോശുവേ നിന്റെ പ്രത്യേകത എന്താ? അവൻ പറയും, ഞാൻ എപ്പോഴാണോ സാന്നിധ്യം അനുഭവിച്ചത് എന്നെ ദൈവം നേതാവാക്കി. കഴിഞ്ഞില്ല. സാന്നിധ്യം അടുത്ത് ചെയ്തത് ചില പ്രോമിസ് ലാൻഡിനകത്തേക്ക് സാന്നിധ്യം വസിച്ചവനാണ് കയറിയത്. ദൂത ട്രിവാൻഡ്രം സഭയുടെ പ്രോമിസ് ലാൻഡിലേക്ക് 2025 കയറട്ടെ. ഒരു നല്ല ആമേൻ പറ. സാന്നിധ്യമായി നടന്നാൽ നിന്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നീ കയറി ചെല്ലും. കൂടുണ്ടോ? നിനക്ക് വാഗ്ദത്തമായി എന്താ ലഭിച്ചിട്ടുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ സാന്നിധ്യത്തോടൊപ്പം നടക്കുന്നുവെങ്കിൽ നിന്നോട് പറഞ്ഞതിനകത്തേക്ക് നീ കയറും. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലെന്ന് പറയാം. ശരിക്കും ഉറക്കം വന്നില്ല. പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ടല്ല, മയങ്ങിയിട്ട് മയക്കം വരുന്നില്ല. ഞാൻ ചില സ്വപ്നങ്ങൾ കണ്ടു. അതിലൊരു സ്വപ്നം ഞാൻ പറയാം. ഒരു കൂട്ടം ലക്ഷങ്ങൾ കൂടുന്ന കൂട്ടമാണ്. അതിന് നടുവിൽ ആയിരങ്ങളെ മുന്നോട്ട് വിളിച്ചിട്ടുണ്ട്. ഒരേ അസുഖക്കാരാണ്. ഞാൻ ഓരോരുത്തരുടെയും അസുഖത്തിൻ്റെ ഡീറ്റെയിൽ പറയുന്നതിനോടൊപ്പം ആയിരങ്ങളോട് അവരുടെ പേരും നാളും കൂടെ പറയുക. വ്യത്യസ്തമായൊരു ശുശ്രൂഷ. സ്വർഗ്ഗനോട് പറഞ്ഞു, ഞാൻ നിന്നെ ചിലതിൻ്റെ ക്യാപ്റ്റനാക്കും. അവകാശങ്ങളിലേക്ക് കയറും. ഞാനൊരു ചില അവകാശങ്ങളിൽ ഇന്നലെ രാത്രി കയറിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവകാശങ്ങളിൽ കയറുക മാത്രമല്ല, അവകാശങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നവരാകും. സ്വർഗത്തിൽ നിന്ന് ചിലത് മേടിക്കും, കൊടുക്കുന്നവരാകും. ഇതാ ചില ക്യാപ്റ്റന്മാർ എഴുന്നേൽക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇതെല്ലാവർക്കും വേണോ വേണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അവകാശങ്ങളെ വിഭജിക്കുവാൻ ചിലരെ ദൈവം തെരഞ്ഞെടുക്കുന്നു. ദൈവത്തിൻ്റെ ഇത് ഭയങ്കര ആഴമുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ അവകാശങ്ങളെ വിഭാഗിച്ച് പങ്കുവെക്കുവാൻ ചിലരെ ദൈവം തെരഞ്ഞെടുക്കുന്നു. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അതൊരു സാധാരണ വിളിയല്ല, അതൊരു അപ്പോസ്തലിക വിളിയാണ്, അതൊരു പ്രവാചനിക വിളിയാണ്. ഈ പകൽ അത് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. ജോഷുവ, നിന്നോട് എന്താ ദൈവത്തിന് പറയാനുള്ളത്? എൻ്റെ സാന്നിധ്യത്തോടു കൂടെ നീ ഇരുന്നാൽ നിന്നെ ഒരുത്തിനും നിന്റെ ജീവിതകാലത്ത് നിവർന്നു നിൽക്കത്തില്ല. നിന്റെ മുമ്പിൽ ഒരുത്തം നിൽക്കത്തില്ലടാ. നിന്നെ മനുഷ്യൻ ഭയപ്പെടും. കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. സാന്നിധ്യത്തിലിരിക്കുന്ന ജോഷുവയോട് ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ മുമ്പിൽ ഒരുവൻ നിവർന്ന് നിൽക്കത്തില്ല.
അർത്ഥം പറയട്ടെ, നിന്റെ മുമ്പിലെ യാതൊരു എതിരും നിവർന്ന് നിൽക്കത്തില്ല, കടം നിവർന്ന് നിൽക്കത്തില്ല, പ്രശ്നങ്ങളൊന്നും നിന്റെ മുമ്പിൽ നിവർന്ന് നിൽക്കത്തില്ല. നിവർന്ന് നിൽക്കാൻ അതിന് കഴിയില്ല. അടുത്തൊരു വാചകം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. യോശുവയുടെ ദൈവം പറയുക, ജോഷുവേ, എങ്ങനെയാണോ മോശയെ ഞാൻ എൻ്റെ ജനത്തിന് മുമ്പിൽ വെച്ച് ബഹുമാനിച്ചത്, അതേപോലെ ഞാൻ നിന്നെ ബഹുമാനിക്കും. ദൈവഭൃത്യന്മാരെ, നിങ്ങളുടെ ഹോണർ വരുന്നു. ദൈവജനമേ, നിന്റെ ഹോണർ വരുന്നു. ദൈവം പറയുക, ജോഷുവേ, എൻ്റെ കൂടെ ഇരിക്കുന്ന സാന്നിധ്യമായി നടക്കുന്ന ജോഷുവേ, ഞാൻ നിന്നെ ഈ ജനത്തിന് മുമ്പിൽ ഹോണർ ചെയ്യും. ദൈവഭൃത്യന്മാരെ, അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സുശേഷകരെ, ഇടയന്മാരെ, ചെറുതും വലുതുമായ ലീഡേഴ്സേ, ഹോണർ വരുന്നു. ഹോണർ വരുന്നു. ദൈവം നിന്നെ ഹോണർ ചെയ്യാൻ പോകുന്നു. കൈയടിച്ചൊരു ആമേൻ പറ. ദൈവത്തിന്റെ ഹോണറിന്റെ വീതം അത് വിശദീകരിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറവാ. ഒന്ന്, നീ പറയുന്നതെല്ലാം സംഭവിക്കുന്ന വിധത്തിൽ ഹോണർ വെളിപ്പെടും. ആമേൻ. ദൈവം നിന്നെ ദൈവമായി അവതരിപ്പിക്കും. ഫറവോനെ, മോശയെ ദൈവമാക്കിയതുപോലെ ദൈവം നിന്നെ ചില സ്ഥലത്ത് അവന്റെ മാന്യതയ്ക്കായി വെക്കും. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറ. ഫറവോനെ മോശയെ ദൈവമാക്കിയതുപോലെ ജോഷുവയെ ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കുവാൻ നിന്നെ ഞാൻ അതിനായി എടുക്കുകയാണ്. 5-6 പേരോട് നോക്കിയിട്ട് കൈ കൊടുത്തിട്ട് ദൈവം നിന്നെ ഹോണർ ചെയ്യാൻ പോകുന്നു. മനുഷ്യരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട സ്ഥലത്ത്, നിന്ദിക്കപ്പെട്ട സ്ഥലത്ത്, ഞെരുക്കം അനുഭവിച്ച സ്ഥലത്ത്, കഷ്ടത അനുഭവിച്ച സ്ഥലത്ത്, രോഗം അനുഭവിച്ച സ്ഥലത്ത്, വേദന അനുഭവിച്ച സ്ഥലത്ത്, പറഞ്ഞു വിട്ട സ്ഥലത്ത്, ഹല്ലേലൂയ, നിനക്ക് മാന്യതയുണ്ടാകാൻ പോകുന്നു. Come on. ഞാൻ കയറുവാ കേട്ടോ അടുത്തതിലേക്ക്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? മാർക്കോസ് 3:13. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവൻ്റെ അടുക്കൽ വന്നു. അവനോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കാനായി ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. He went upon the hillside and called those whom he himself wanted and chose. ദൈവം തെരഞ്ഞെടുത്തവരെയും ദൈവത്തിന് വേണ്ടവരെയും അവനോട് കൂടെ ചേർത്ത് വെക്കാൻ പോകുകയാണ്. ദൈവം അവനോട് ക്ലോസർ ആക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? അടുത്ത വേർഡ് എന്നറിയോ? ആൻഡ് ഹി അപ്പോയിന്റഡ് ദം. അവൻ്റെ കൂടെ ഇരിക്കാൻ ചിലരെ ദൈവം അപ്പോയിന്റ് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ദൂത് നിങ്ങളോട്, ഒരു അപ്പോയിന്റഡ് ജനറേഷൻ എഴുന്നേൽക്കുന്നു. ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ കാര്യമല്ല, അതിനകത്ത് ഒത്തിരി പേര് വിശ്വാസിയുണ്ട്. പക്ഷെ അപ്പോയിന്റഡ് ജനറേഷൻ, എന്തോ ചെയ്തെടുക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. സഭകളുണ്ടായി, വിശ്വാസികളുണ്ടായി, പക്ഷെ അതൊന്നുമല്ല ഞാൻ പറയുന്നേ. അപ്പോയിന്റഡ് ജനറേഷൻ എഴുന്നേൽക്കുന്നു. നിയോഗമുള്ള ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരുന്നു. കൈയടിച്ചൊരു ആമേൻ പറ. ഞാൻ പറയട്ടെ, ജീസസ് വേൾഡിനോട് ദൈവാത്മാവ് പറയുക, ഒരു അപ്പോയിന്റഡ് ജനറേഷനെ, ദൈവമായി നടക്കുന്ന അപ്പോയിന്റഡ് ജനറേഷനെ ഇതിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ച് പട്ടണങ്ങളെ പിടിക്കാൻ പോകുന്നു, രാജ്യങ്ങളെ പിടിക്കാൻ പോകുന്നു. പല രാജ്യങ്ങളെ, ഹേ കം ഓൺ, അത് നീയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് തുള്ളിച്ചാടാം. യേശു ജനത്തെ അപ്പോയിന്റ് ചെയ്തത്, അപ്പോയിന്റ് ചെയ്തത് തന്നോട് കൂടി ഇരിക്കാനാണ്. ഞാൻ അവരോട് സംസാരിക്കാൻ പോവുക. നിങ്ങൾ വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം എന്നറിയോ? യു ആർ നോട്ട് ക്ലോസർ ടു മീ. നീ എന്നോട് കൂടെ അല്ല, എൻ്റെ അടുത്തല്ല. ഞാൻ ഈ പറയുന്ന മെല്ലെ ഒരുപക്ഷെ അടുത്ത് നിൽക്കുന്ന ഇവിടെ ഇരിക്കുന്ന പ്രിയശ്വസിന് കേൾക്കാൻ പറ്റുമായിരിക്കും, കാരണം കുറച്ചും കൂടെ അടുത്താണ്. പക്ഷേ വ്യക്തമല്ല, എന്തോ പറയുന്നെന്ന് മനസ്സിലാവും. പക്ഷേ ഇനി വരുന്ന ജനറേഷൻ്റെ ഒരു വാചകം പറയാം. ആരാണോ അടുത്തിരിക്കുന്നത് അവർ ക്ലിയറായി കേൾക്കുന്നൊരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. കൈയടിച്ചില്ലല്ലോ, ആമേൻ പറഞ്ഞില്ലല്ലോ. ദൈവം തൻ്റെ കൂടെ ചിലരെ ചേർത്ത് നിർത്തിയിട്ട് അവരോട് തൻ്റെ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കും. ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു, അപ്പോയിന്റഡ്. ആ അപ്പോയിന്റഡ് ജനറേഷന്റെ പ്രത്യേകത, അവർ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരായിരിക്കും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ.
ശിഷ്യന്മാരിൽ 12 പേർ അവനോടൊപ്പം ഇരുന്നവരാ. അവർ മറ്റാര് കേൾക്കുന്നതിനേക്കാൾ വ്യക്തമായിട്ട് അവന്റെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി അറിയുന്നവരാ. ഞാനൊരു ദൂത് പറയുക, സ്വർഗത്തിന്റെ ഫ്രീക്വൻസി അറിയുന്ന ഒരു തലമുറ വരുന്നു. ജോൺ ദാരുവിന് മുമ്പിൽ കാണും കേട്ടോ. ദൂത് നിങ്ങളോടാണ്. ഈ വർഷം ദൈവം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്പിരിറ്റിനെ അവന്റെ ഫ്രീക്വൻസിക്കകത്തവനാക്കുവാൻ പോകുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ഒരു ആമേൻ പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറ. എസെക്കേലിന്റെ 47:3 വേദപുസ്തകം പറയുന്നത് ആലയത്തിൽ നിന്നൊരു നദി ഒഴുകുന്നു. ആ നദിയുടെ പ്രത്യേകത, ആ നദി കാലിന്റെ ഞെരിയാണി വരെയാണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോയി മുട്ടോളമാണ്, കുറച്ചും കൂടെ മുന്നോട്ട് പോയി അരയോളമാണ്, അടുത്തത് കഴുത്തോളമാണ്. നീന്തിയിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞെരിയാണിയോളം വെള്ളമുള്ളപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ വെള്ളത്തിൽ നടക്കാം. അങ്ങനെ നടന്നൊരു ജനറേഷനാണ് നമ്മുടെ ഇടയിലുള്ളത്. മുട്ടാണെങ്കിലും ചിലപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചിലത് തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അരയോളം ആണെങ്കിൽ നിയന്ത്രണം പോയി, അതിനിഷ്ടമുള്ളത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അരയോളം അല്ല, പകരം നീന്തിയിട്ടല്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രം നിയന്ത്രിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. ഞാൻ പ്രവചിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കേ. പിശാച് വൈദികർ വ്യഭിചാരത്തിൽ വീണു, പാസ്റ്റേഴ്സ് വ്യഭിചാരത്തിൽ വീണു, വൈദികർ മോഷ്ടിച്ചു, തിരുമേനിമാർ സമ്പത്തിനെ അപഹരിച്ചു, അച്ഛന്മാർ അപഹരിച്ചു, പാസ്റ്റർമാർ അപഹരിച്ചു, അല്ല ചിലരെ അപഹരിച്ചു എന്ന് കേൾക്കുന്ന പിശാച് ചിലരെ എക്സ്പോസ് ചെയ്തിട്ട് നാണം കെടുത്തി ദൈവസഭയെ തല്ലും വഴക്കും വ്യഭിചാരവും കള്ളത്തരവും മോഷണവുമായിട്ട് ആളുകൾ കാണിച്ചു. ഞാൻ കുന്നംകുളത്തെ ആർത്താറ്റ് സഭയിൽ ജനിച്ചയാളാണ്. അവിടെ ആ തിരുമേനി അറിയുന്നത് വിശുദ്ധനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവരെല്ലാവരും സൗഖ്യമാകുമായിരുന്നു. അങ്ങനെയാണ് ആ പള്ളി ഉണ്ടായത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? പിശാച് ദൈവജനത്തെ എക്സ്പോസ് ചെയ്തു എങ്കിൽ അടുത്തത് നടക്കാൻ പോകുന്ന ഞാൻ പറയാം, ആത്മാവ് ദൈവജനത്തെ എക്സ്പോസ് ചെയ്യാനായി പോകുന്നു. ഒന്നും കൂടെ പറയുക, ശ്രദ്ധിച്ചു കേട്ടില്ല. നിങ്ങൾ പിശാച് ചെയ്ത അല്ല ദൈവവൃദ്ധന്മാരുടെ അബദ്ധങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ച് വേദനിക്കുന്ന മുറിവുകൾ ലോകം മുഴുവൻ നാണം കെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ മുകളിൽ ചിലത് കേൾക്കാൻ പോകുകയാണ്, അപ്പുറം കടക്കുന്നത്. ആളുകൾ ഇതിനെ ശ്രദ്ധ വെക്കാതെ അതിലേക്ക് തിരിഞ്ഞു പോകും. കൈയടിച്ചൊരു ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, വീണവരെ തെറ്റിയവരെ ജനം കാണത്തില്ല, ദൈവം ഉയർത്തുന്നവരെ ദൈവം കാണാനായി തുടങ്ങും. നിങ്ങൾക്കറിയാവോ, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലെ ഒത്തിരി എണ്ണം തെറ്റിയും വെറ്റിയും വഴി വഴച്ചെല്ലാം പോയി. പക്ഷേ അവരാരും, ആ ജനം മുഴുവൻ അവരുടെ പുറകെ പോയില്ല. ഒരു ജോഷുവെ ഉയർത്തിപ്പിടിച്ച് ദൈവം മറ്റുള്ളവരെ തിരിച്ചെടുത്തു. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? ഒരു ജോഷുവെ ഉയർത്തിപ്പിടിച്ചു ദൈവം, എന്നിട്ട് ഒരു ജനറേഷനെ മുഴുവൻ രക്ഷിച്ചു. വീണുപോയവർ, തെറ്റിപ്പോയവർ, അവരെ അതും ഇതും ഒക്കെ ചെയ്തപ്പോ സ്വർഗം ചെയ്തത് ഒരു ജോഷുവെ പിടിച്ചുയർത്തി. എന്നിട്ട് ആ മിസ്രൈം എന്ന് പുറപ്പെട്ട സകല ജനത്തിന്റെയും അടുത്ത തലമുറയെ ഇപ്പുറത്തോട്ട് കടത്തി. ആമേൻ. സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ചിലത് മനസ്സിലാക്കുന്നത്. കർത്താവ് ഈ നാളുകളിൽ ചിലരെ തിരഞ്ഞെടുത്ത് അപ്പോയിൻറ്റ് ചെയ്ത് തൻ്റെ ഹൃദയത്തെ പങ്കുവെക്കുന്നവരാക്കും. അവൻ നാളത്തെ നേതാവാക്കുവാനിടയാകും. യോശുവയെ പോലെ, അല്ലെങ്കിൽ കർത്താവിന് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ കൊണ്ടാണ് കർത്താവിന് ചിലത് ചെയ്യിപ്പിക്കാൻ കഴിയത്തുള്ളൂ. നാളെ നേതാവാക്കുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കണ്ടിരിക്കുകയാണ്. സഭയുടെ നെടുന്തൂണാകുവാൻ, സഭയിലെ ചില കാര്യങ്ങൾ കർത്താവിൻ്റെ വേലയുടെ ഭാഗമായി ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു. അവനോടൊപ്പമായിരുന്നാട്ടെ, അവൻ്റെ ശബ്ദം കേട്ടാട്ടെ, വലിയ കാര്യങ്ങളെ നമുക്ക് ചെയ്യാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം.
ബ്രദറെ, ഈ സിസ്റ്ററിൻ്റെ പേര് ജിജി എന്നാണ്. ആർദ്ര, ആതിര എന്നീ 2 മക്കളാണ് സിസ്റ്ററിനുള്ളത്. നാലാഞ്ചിറ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. മൂത്ത മകൾ ആർദ്ര LKG സ്റ്റുഡൻ്റാണ്. സ്കൂളിൽ നിന്നും ഇൻ്റർ സ്കൂൾ കിഡ്സ് കോമ്പറ്റീഷൻ ഉണ്ടായി. കോമ്പറ്റീഷന് പോകുന്നതിന് മുന്നേ തന്നെ ലീഡേഴ്സ് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം ആക്ഷൻ സോങ്ങും ഫാഷൻ ഷോയും ഫസ്റ്റ് കിട്ടി എന്നാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇളയ മകൾക്ക് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ ക്ഷീണവും വോമിറ്റിങ്ങും ഉണ്ടായി. ഉടൻ തന്നെ സിസ്റ്റർ ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ക്ഷീണം മാറിപ്പോയി. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, മെഡിസിൻ ഒന്നും വേണ്ട. സാക്ഷ്യം പറയുന്ന ആളാണ് സാക്ഷ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ബ്രദറെ, ഈ മോളുടെ പേര് അഞ്ജന എസ് റോയി എന്നാണ്. വെണ്ണിയൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. മോള് BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി കോഴ്സാണ് പഠിച്ചത്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് പല ഹോസ്പിറ്റലിൽ ശ്രമിച്ചെങ്കിലും മോൾക്ക് ജോലി കിട്ടിയില്ല. എന്നാൽ വാക്കൻസി ഇല്ലായിരുന്നു. എന്നാൽ ബ്രദറിനോട് വന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ മോൾക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. കൂടാതെ മോളിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് എല്ലാ ഹോസ്പിറ്റലിലും ജോലി ലഭിക്കുമ്പോൾ ആദ്യത്തെ 6 months ട്രെയിനി ആയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ മോളെ ഫുൾ സാലറിയോടുകൂടെ സ്റ്റാഫായി സെലക്ട് ചെയ്തു എന്നാണ്. അതുപോലെ തന്നെ മോൾക്ക് സെപ്റ്റംബർ മാസം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിലൊന്ന് സ്കിപ്പായി കാലിലൊരു ചെറിയ പൊട്ടലുണ്ടായി. പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. 3 ആഴ്ച പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞ് ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് മോള് പ്ലാസ്റ്റർ മാറ്റി. എന്നിട്ടും വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി 1 മാസം കൂടെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ അടുത്ത ആഴ്ച വീണ്ടും ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. മോളിപ്പോൾ സാക്ഷ്യപ്പെടുന്നത് അപ്പോൾ തന്നെ പൂർണ്ണമായി സൗഖ്യമായി. പിന്നെ റെസ്റ്റ് എടുക്കേണ്ടി വന്നില്ല, ജോലിക്ക് പോകാൻ കഴിഞ്ഞു എന്ന്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഫെബ്രുവരി 23 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഫെബ്രുവരി 23 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവിക സാന്നിധ്യത്തിനും അവൻ്റെ അത്ഭുതങ്ങൾക്കുമായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതം മുഴുവനും അത്ഭുതങ്ങളിൽ ജീവിക്കുമെന്നാണ് നമുക്ക് ദൈവജനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആരാണോ അവൻ്റെ ശബ്ദം കേൾക്കുന്നത്, ആ കരം പിടിച്ച് നടക്കുന്നത്, ആ വ്യക്തി സാധാരണ ഒരു വ്യക്തിയെപ്പോലെ പിന്നീട് ആയിരിക്കത്തില്ല. അവനോടൊപ്പമായിരിക്കും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, വിട്ടുപിരിയാതെ സാന്നിധ്യത്തോടൊപ്പമായിരുന്ന, അല്ലെങ്കിൽ വിട്ടുപിരിയാതെ കൂടാരത്തിലായിരുന്ന യോശുവയെ പോലെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ആ സാന്നിധ്യത്തിൽ ആയിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആക്കുന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രയോറിറ്റി മാറട്ടെ അപ്പാ. ദൈവ സാന്നിധ്യത്തോടൊപ്പമായിരിക്കുവാൻ കർത്താവെ അവിടുന്ന് തരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഏറെ അനുഭവിക്കുവാനപ്പാ, ആ സാന്നിധ്യത്തെ ഏറെ അനുഭവിക്കുവാൻ. യേശു അതോടൊപ്പം രോഗികളായിരിക്കുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്ന കർത്താവെ, അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ആമീൻ. ഒരു വ്യക്തിയുടെ വയറ്റിൽ ഹെർണിയായി ഭാരപ്പെട്ടിരിക്കുന്നത് കാണാം. ആ വ്യക്തിയെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുക. ചില സമയങ്ങളിൽ അതികഠിനമായ വേദന, ഒത്തിരി പ്രയാസമാണ്. കർത്താവെ അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ, ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ, ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, ജോലിക്ക് വേണ്ടി പ്രയാസത്തോടായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ, അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ. നീലയും ക്രീമുമുള്ള പുള്ളിയുള്ള ഒത്തിരി പുള്ളിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. അങ്ങനെ ഒരു ചുരിദാർ ഇട്ടിരിക്കുന്ന, ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കുക. കർത്താവെ, ഈ ദിവസങ്ങളിൽ അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ. ഈ ദിവസങ്ങളിൽ അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ.
എൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. നന്ദി പറയുന്നു യേശുവേ, നന്ദി പറയുന്നു കർത്താവെ. തേങ്ങയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, തൻ്റെ ജോലി തേങ്ങയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കൃപ ചലിക്കുന്നത് കാണാം. തൻ്റെ ലൈഫിൽ ദൈവം എന്തോ ഒരു കാര്യത്തിൽ വിടുതലിനെ നൽകുകയാണ്. കർത്താവെ, നീ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. കർത്താവെ, അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി, വിടുതലിനായി നന്ദി അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ അത്ഭുത കരം ചലിച്ചിരിക്കാൻ നന്ദി. ഓരോ വ്യക്തികളും ക്രിസ്തുവിനെ അനുഭവിക്കട്ടെ, ഓരോ വ്യക്തികളും അത്ഭുതങ്ങൾ അനുഭവിക്കട്ടെ, ഓരോ വ്യക്തികളും കർത്താവെ അവിടുത്തെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.